ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ഗ്രൂപ്പ്. നമ്മൾ ഇന്ന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേ ടോപ്പിക്കായ കോൾഡ് ചെയിൻ ആൻഡ് ഇറ്റ്സ് എക്യുപ്മെൻറ്റ്സ് ആണ് എടുക്കുന്നത്. കോൾഡ് ചെയിൻ്റെ ഡെഫിനിഷനും അതിൻ്റെ 6 റൈറ്റ്സും അതുപോലെ തന്നെ അതിൻ്റെ ഒരു എക്യുപ്മെൻ്റ് ആയ ILRഉം അല്ലാതെ കോൾഡ് ചെയിൻ ആൻഡ് എക്യുപ്മെൻറ്റ്സും അങ്ങനെ പല ടൈപ്പിൽ ഈ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ കോൾഡ് ചെയിൻ ആൻഡ് ഇറ്റ്സ് എക്യുപ്മെൻറ്റ്സ് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോവാം. കോൾഡ് ചെയിൻ Cold chain is a system of storage and transport of vaccines at appropriate temperature from the manufacturer to the actual beneficiary. നമ്മുടെ വാക്സിൻസ് അത് ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മുടെ ബെനഫിഷ്യറി, അത് ആർക്കാണോ നമ്മൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ എവിടെ വെച്ചാണ് അത് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്, അവിടെ വരെയുള്ള അതിന്റെ സ്റ്റോറേജും ട്രാൻസ്പോർട്ടിനും വേണ്ടിയിട്ടുള്ള ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് കോൾഡ് ചെയിൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഈ കോൾഡ് ചെയിൻ നമ്മൾ പറഞ്ഞു വാക്സിൻസിന് വേണ്ടിയിട്ടാണ്. എന്താണ് ഈ വാക്സിൻസ്? ഒരു ബയോളജിക്കൽ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ആണ്. അത് രോഗം വരുന്ന അണുക്കളിൽ നിന്ന്, ജേംസിൽ നിന്ന് അതിന്റെ ഹാംലെസ് ആയിട്ടുള്ള ഒരു പോർഷൻ, അത് ചിലപ്പോൾ ഒരു സെല്ലാകാം, അല്ലെങ്കിൽ ഒരു സെല്ലിന്റെ പാർട്ടാകാം, അല്ലെങ്കിൽ അവരുടെ RNAയുടെ പോർഷൻ ആകാം, ഏതെങ്കിലും ഒരു സാധനം, ആ ജേമിന്റെ ഹാംലെസ് ആയിട്ടുള്ള ഒരു ഫോം, അതിനെ നമ്മൾ ആന്റിജൻ എന്ന് വിളിക്കും. ആ ഹാംലെസ് ആയിട്ടുള്ള ഫോമിനെ നമ്മുടെ ഹ്യൂമൻ ബോഡിയിലോട്ട് നമ്മൾ കടത്തിവിട്ട് നമ്മുടെ ബോഡീനെ നമ്മൾ ട്രെയിൻ ചെയ്യിക്കുകയാണ്. നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ട്രെയിൻ ചെയ്യിക്കും. അങ്ങനെ ഒരു ജേം നമ്മുടെ ബോഡിയിലോട്ട് വന്നാൽ എങ്ങനെ പ്രതിരോധിക്കാം എന്ന് ട്രെയിൻ ചെയ്യിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാക്സിൻസ് യൂസ് ചെയ്യുന്നത്. വാക്സിൻസിൽ നമ്മൾ പറഞ്ഞു ജേംസിന്റെ ഫോം ഉണ്ട്, അല്ലെങ്കിൽ ഹാംലെസ് ആയിട്ടുള്ള ഫോം ഉണ്ട്, സെൻസിറ്റീവ് ആയിട്ടുള്ള കുറെ പ്രോഡക്ട്സ് ഉണ്ട് ഈ വാക്സിൻ്റെ അകത്ത്. ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രോഡക്ട്സിന് എക്സ്ട്രീം ടെമ്പറേച്ചേഴ്സ്, അതായത് ഒത്തിരി തണുപ്പോ അല്ലെങ്കിൽ ഒത്തിരി ചൂടോ ഒന്നും ടോളറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ മാത്രം ഇത് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ പറയുന്നത്. ഈ ഒരു ടെമ്പറേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൾഡ് ചെയിൻ യൂസ് ചെയ്യുന്നത്. കോൾഡ് ചെയിനിൽ യൂസ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റം, അല്ലെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സും അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സും എല്ലാം ഈ വാക്സിൻസ് പോലുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രോഡക്ട്സിനെ അതിന്റെ റിക്വയർഡ് ടെമ്പറേച്ചറിൽ, അപ്രോപ്രിയേറ്റ് ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്ത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ അതാണ് കോൾഡ് ചെയിൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. കോൾഡ് ചെയിൻ സിസ്റ്റത്തിന് എന്തെങ്കിലും ഒരു ഫെയിലിയർ സംഭവിച്ചാൽ, ഈ ഒരു സ്റ്റോറേജിനോ ട്രാൻസ്പോർട്ടിനോ എന്തെങ്കിലും ഒരു ഫെയിലിയർ സംഭവിച്ചാൽ നമ്മുടെ വാക്സിൻ തന്നെ ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഈ ഒരു ടെമ്പറേച്ചർ കൺട്രോളിന് എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് വന്നാൽ, ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യേണ്ട സാധനം ആ ഒരു ടെമ്പറേച്ചറിൽ നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ പൊട്ടൻസി മിസ്സാവും. വാക്സിൻ്റെ ചെയ്യാനുള്ള ആ ഒരു ഫംഗ്ഷനിങ് അല്ലെങ്കിൽ ആ ഒരു കപ്പാസിറ്റിനെയാണ് നമ്മൾ പൊട്ടൻസി എന്ന് വിളിക്കുന്നത്. വാക്സിനേഷന് നമ്മൾ ചെയ്യുന്നതിന്റെ ആ ഒരു ഫലം നമുക്ക് കിട്ടാൻ വരും. അതാണ് അതിന്റെ പൊട്ടൻസി എന്ന് നമ്മൾ പറയുന്നത്. സോ കറക്റ്റ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ കോൾഡ് ചെയിൻ സിസ്റ്റം കറക്റ്റ് ആയിട്ടല്ലെങ്കിൽ വാക്സിന്റെ പൊട്ടൻസി നഷ്ടപ്പെടുകയും അതുവഴി നമ്മുടെ വാക്സിനേഷന് ഒരു ഉപയോഗം ഇല്ലാതാവുകയും ചെയ്യാം. ഫ്രീക്വന്റ്ലി കറക്റ്റായിട്ട് വാക്സിനേഷൻ ചെയ്യപ്പെട്ട സ്ഥലങ്ങളിൽ പോലും ആ വാക്സിനേഷൻ എടുത്ത അസുഖങ്ങൾ പിന്നെയും പിന്നെയും വരുന്നത് നോക്കുമ്പോൾ, നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു കോൾഡ് ചെയിൻ സിസ്റ്റത്തിന്റെ ഫെയിലിയർ കാരണമാണ് ആ ഒരു വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസസ് പോലും വീണ്ടും വീണ്ടും ഉണ്ടാകുന്നത് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കോൾഡ് ചെയിൻ സിസ്റ്റം വെരി ഇമ്പോർട്ടന്റ് ആണ്. അത് അതിന്റെ ഇതിൽ ഇപ്പൊ ഇമ്പോർട്ടന്റ് കാര്യമാണ്. അതാണ് കോൾഡ് ചെയിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ വാക്സിനേഷനിൽ, കോൾഡ് ചെയിൻ സിസ്റ്റത്തിൽ നമ്മൾ 6 റൈറ്റ്സ് കീപ്പ് അപ്പ് ചെയ്യണം. ആ 6 റൈറ്റ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ വിശദമായിട്ട് നോക്കാം. ഈ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിന്റെ സക്സസിന് വേണ്ടിയിട്ട് ഈ കോൾഡ് ചെയിൻ സിസ്റ്റം 6 റൈറ്റ്സ് ഓഫ് സപ്ലൈ ചെയിൻ കീപ്പ് അപ്പ് ചെയ്യുന്നതിന്റെ ആവശ്യകതയുണ്ട്. നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഗവൺമെന്റ് ലെഡ് പബ്ലിക് ഇനീഷ്യേറ്റീവ് ആണ് നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. അതുവഴിയിട്ട് നമ്മുടെ ഫ്രീ വാക്സിൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജനിച്ച കുട്ടികൾ മുതൽ ഇപ്പോൾ ജനിക്കുമ്പോൾ തന്നെയുള്ള ഈ BCG വാക്സിനേഷൻ, OPV വാക്സിനേഷൻ, അതുപോലെ തന്നെ 6 മന്തിൽ, 9 മന്തിൽ, 10 മന്തിൽ, 15 മന്തിൽ, 4 to 6 ഇയേഴ്സിൽ, ഇങ്ങനെ പല ടൈമിലും കുട്ടികൾക്ക് വേണ്ടിയിട്ട് FHSC, PHSC, സബ് സെന്റേഴ്സ് പോലുള്ള സ്ഥലങ്ങളിൽ, നമ്മുടെ താലൂക്ക് ആശുപത്രികൾ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പിള്ളേർക്ക് വാക്സിനേഷൻസ് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ കൊടുക്കുന്ന നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിന്റെ മെയിൻ ഫംഗ്ഷനിങ്. ഈ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൽ നമ്മൾ പറഞ്ഞു FHSCയിലും PHSCയിലും സബ് സെന്റേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ അവിടെയൊക്കെ ഉള്ളത് നമ്മുടെ ഉൾപ്രദേശങ്ങളാണ്. ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഏരിയാസിലാണ് ഇത് കൊടുക്കുന്നത്. സോ വാക്സിൻസ് ഉണ്ടാക്കിയ സ്ഥലത്ത് നിന്ന്, അതൊരു ബൾക്കായിട്ട് ഒരു ഇൻഡസ്ട്രിയിലാണ് ഉണ്ടാക്കുന്നത്, അവിടെ നിന്ന് ഈ ഒരു ഉൾപ്രദേശങ്ങളിലോട്ട് ഇത് എത്തിക്കാനും അതുപോലെ തന്നെ ഈ സാധനങ്ങൾ കുറച്ച് നാൾ അവിടെ കീപ്പ് അപ്പ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കീപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം വളരെയധികം ഈ കോൾഡ് ചെയിൻ സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഒത്തിരി അധികം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് പറയാം ഈ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിന്റെ സക്സസ് ഈ കോൾഡ് ചെയിൻ സപ്ലൈ സിസ്റ്റത്തിൽ വളരെയധികം ഡിപ്പെൻഡന്റ് ആണെന്ന് തന്നെ നമുക്ക് പറയാം. ഇങ്ങനെ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം സക്സസ് ആവണമെങ്കിൽ
കോൾഡ് ചെയിൻ സക്സസ് ആവണമെങ്കിൽ ഇതിന്റെ 6 റൈറ്റ്സ് നമ്മൾ കീപ്പപ്പ് ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ആ 6 റൈറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദ റൈറ്റ് വാക്സിൻ അറ്റ് ദ റൈറ്റ് ക്വാണ്ടിറ്റി, at the right place, at the right time, in the right condition and at the right cost. ഇതാണ് 6 റൈറ്റ്സ്. ഒന്ന്, റൈറ്റ് വാക്സിൻ ആയിരിക്കണം. കറക്റ്റ് ആയിട്ടുള്ള വാക്സിൻ ഇന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്ന പ്രായത്തിൽ ഇന്ന സൈറ്റിൽ എവിടെയാണ് കൊടുക്കേണ്ടത് അവിടെ റൈറ്റ് ആയിട്ടുള്ള വാക്സിൻ ആയിരിക്കണം. റൈറ്റ് ക്വാണ്ടിറ്റിയിലായിരിക്കണം. ഓരോന്നിനും ഇന്ന അളവേ കൊടുക്കാവുള്ളൂ എന്നൊക്കെയുണ്ട്. BCG 0.05 ml അല്ലെങ്കിൽ പിന്നെ വരുന്നതൊക്കെ 0.5, അങ്ങനെ പല പല ഇതുണ്ട്. ഓറൽ പോളിയോ വാക്സിൻ ആണെങ്കിൽ 2 ഡ്രോപ്സ്, അങ്ങനെ ഓരോ വാക്സിനും ഓരോ അളവുണ്ട്. റൈറ്റ് ക്വാണ്ടിറ്റിയിൽ, റൈറ്റ് പ്ലേസിൽ. ഇപ്പം ചിലത് ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കേണ്ടതുണ്ട്, ചിലത് ഓറലി വായിക്കോടെ കൊടുക്കേണ്ട തുള്ളിമരുന്നായിട്ട് കൊടുക്കേണ്ടതുണ്ട്, അങ്ങനെയുള്ളതുണ്ട്. പിന്നെ റൈറ്റ് ടൈമിൽ, കറക്റ്റ് ടൈമിങ്ങിൽ, ഇന്ന വയസ്സിൽ ജനിക്കുമ്പോൾ തന്നെ കൊടുക്കേണ്ട വാക്സിനേഷൻസ് ഉണ്ട്, 9ാം മാസത്തിൽ കൊടുക്കേണ്ട വൈറ്റമിൻ എ സപ്ലിമെന്റേഷൻ പോലെയുള്ളതുണ്ട്. അങ്ങനെ പല പല ഇതിൽ റൈറ്റ് കണ്ടീഷനിൽ. റൈറ്റ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ വാക്സിൻ്റെ കണ്ടീഷനാണ് നോക്കുന്നത്. ടെമ്പറേച്ചർ ബ്രേക്ക് ഒന്നും ഇല്ലാണ്ട് ആ ഒരു ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്ത വാക്സിൻ തന്നെ അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അഡിക്വേറ്റ് കണ്ടീഷനിൽ തന്നെ കൊടുക്കേണ്ടതുണ്ട്. റൈറ്റ് കോസ്റ്റിൽ. ഇപ്പോൾ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിലൊക്കെ ഫ്രീ ആയിട്ടാണ് നമ്മൾ വാക്സിൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലാത്ത വാക്സിൻസ് ഒക്കെ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ആ വാക്സിൻ്റെ കോസ്റ്റിൽ തന്നെ കൊടുക്കണം. എക്സ്ട്രാ ചാർജ് ചെയ്യാനോ അങ്ങനെയൊന്നും ഇല്ലാത്ത രീതിയിൽ. സോ റൈറ്റ് വാക്സിൻ, റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് പ്ലേസ്, റൈറ്റ് ടൈം ആൻഡ് റൈറ്റ് കണ്ടീഷൻ. ഇതാണ് 6 റൈറ്റ്സ്. റൈറ്റ് വാക്സിൻ, റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് പ്ലേസ്, റൈറ്റ് ടൈം, റൈറ്റ് കണ്ടീഷൻ ആൻഡ് അറ്റ് ദ റൈറ്റ് കോസ്റ്റ്. സോ ഇതാണ് 6 റൈറ്റ്സ് ഓഫ് വാക്സിനേഷൻസിൽ വരുന്നത്. ടെമ്പറേച്ചർ റിക്വയർമെന്റ് ഫോർ ദി വാക്സിൻസ്. വാക്സിൻസ് നമ്മൾ പറഞ്ഞു ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആണെന്ന് പറഞ്ഞു. എല്ലാം ചൂടിന് സെൻസിറ്റീവ് ആയിരിക്കില്ല. ചിലത് ചൂടിന് സെൻസിറ്റീവ്, ചിലത് ഫ്രീസിങ്ങിന് സെൻസിറ്റീവ്, ചിലത് ലൈറ്റിന് സെൻസിറ്റീവ്. അങ്ങനെയാണ്. വാക്സിൻസ് കോമൺലി സെൻസിറ്റീവ് ആണ്. ചില വാക്സിൻസ് ഫ്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ പൊട്ടൻസി നഷ്ടപ്പെടും, ചിലത് ഹീറ്റ് അടിക്കുമ്പോൾ അതിൻ്റെ പൊട്ടൻസി നഷ്ടപ്പെടും, ചിലത് ലൈറ്റുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ അത് ഡാമേജ് ആവും. ഇങ്ങനെയാണ്. ഒരിക്കലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വാക്സിൻ്റെ പൊട്ടൻസി നമുക്ക് ഒരിക്കലും തിരിച്ച് റീഗെയിൻ ചെയ്യാൻ പറ്റുന്നതല്ല. നമ്മൾ പറഞ്ഞു ഫ്രീസിങ്ങിന് സെൻസിറ്റീവ് ആയിട്ടുള്ള വാക്സിൻസ്. ഫ്രീസിങ്ങിന് സെൻസിറ്റീവ് ആയിട്ടുള്ള വാക്സിൻസിൽ വരുന്നതാണ് DPT വാക്സിനേഷൻസ്. ഫ്രീസിങ്ങിന് സെൻസിറ്റീവ് ആണ്. DPT എന്ന് പറയുമ്പോൾ ഡിഫ്തീരിയ, പെർട്ടുസിസ്, ടെറ്റനസ്. ഡിഫ്തീരിയ എന്ന് പറയുന്നത് ഒരു ത്രോട്ട് ഇൻഫെക്ഷൻ ആണ്. പെർട്ടുസിസ് എന്ന് പറയുന്നത് വൂപ്പിംഗ് കഫ് എന്നൊക്കെ പറയും, നമ്മൾ വില്ലൻ ചുമ എന്നൊക്കെ പറയില്ലേ അത്. പിന്നെ ടെറ്റനസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഞരമ്പിന് ബാധിക്കുന്ന ഒരു ഡിസീസാണ്. സോ DPT വാക്സിനേഷൻസ്, അതുപോലെ തന്നെയുള്ള ഹെപ്പറ്റൈറ്റിസ് B വാക്സിനേഷൻസ്, പിന്നെ ഉള്ളത് IPV, ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻസ്. ഇത് മൂന്നൊക്കെയാണ് ഫ്രീസിങ്ങിന് സെൻസിറ്റീവ് ആയിട്ട് വരുന്നത്. അത് ഫ്രീസ് ആക്കി കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ അകത്തുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഒക്കെ നഷ്ടപ്പെട്ടു പോകും. പിന്നെ വരുന്നത് ഹീറ്റിന് സെൻസിറ്റീവ് ആയിട്ടുള്ള വാക്സിൻസ് ആണ്. ഹീറ്റിന് സെൻസിറ്റീവ് ആയിട്ട് വരുന്നത് ഒന്ന് ഓറൽ പോളിയോ വാക്സിൻസ്. ഓറൽ പോളിയോ വാക്സിൻസ് പറയുമ്പോൾ നമ്മൾ വായിൽ തുള്ളിമരുന്നായിട്ട് കൊടുക്കുന്നതാണ് ഓറൽ പോളിയോ വാക്സിൻസ്. IPV, ഇൻജക്റ്റഡ് പോളിയോ വാക്സിൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ എന്ന് പറയുന്നത് നമ്മൾ ഇഞ്ചക്ഷൻ ഫോമിലാണ് കൊടുക്കുന്നത്. ഇവിടെ വരുന്നത് ഹീറ്റ് സെൻസിറ്റീവിൽ വരുന്നത് OPV വാക്സിനേഷൻസ് വരും. പിന്നെ വരുന്നത് BCG, മീസിൽസ്, അങ്ങനെയുള്ള വാക്സിൻസ് ഒക്കെ ഹീറ്റ് സെൻസിറ്റീവ് ആണ്. പിന്നെ വരുന്നതാണ് ലൈറ്റിന് സെൻസിറ്റീവ് ആയിട്ടുള്ള വാക്സിൻസ്. ലൈറ്റിന് സെൻസിറ്റീവ് ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ BCG ലൈറ്റ് സെൻസിറ്റീവ് ആണ്. മീസിൽസ്, ജാപ്പനീസ് എൻസെഫലൈറ്റിസ് ഒക്കെ അതിനെതിരെയുള്ള വാക്സിൻസ് ഒക്കെ ലൈറ്റ് സെൻസിറ്റീവ് ആണ്. നമ്മൾ പറഞ്ഞു ഒരിക്കലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വാക്സിൻ്റെ പൊട്ടൻസി നമുക്ക് തിരിച്ച് വീണ്ടെടുക്കാൻ പറ്റില്ല. പിന്നെ വരുന്നത് ഈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വാക്സിൻസ് ഈ ടെമ്പറേച്ചർ എക്സ്ട്രീംസിൽ നിന്നെല്ലാം പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. കോൾഡ് ചെയിൻ നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് തന്നെ ഈ സ്പെസിഫിക് ടെമ്പറേച്ചർ റിക്വയർമെന്റ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇത്രയാണ് വാക്സിൻസ്. ഫ്രീസിങ് സെൻസിറ്റീവും ഹീറ്റ് സെൻസിറ്റീവും ലൈറ്റ് സെൻസിറ്റീവും ഉണ്ട്. ഫ്രീ സെൻസിറ്റീവിൽ വരുന്നത് DPT, ഹെപ്പറ്റൈറ്റിസ് B, IPV പോലുള്ള വാക്സിൻസ് ആണ്. പിന്നെ ഹീറ്റ് സെൻസിറ്റീവിൽ വരുന്നത് OPV, BCG, മീസിൽസ് ഉള്ള വാക്സിൻസ് ആണ്. ലൈറ്റിന് സെൻസിറ്റീവ് ആയിട്ട് BCGയും ജാപ്പനീസ് എൻസെഫലൈറ്റിസ് വാക്സിൻസും വരാറുണ്ട്. ഇതാണ് കോൾഡ് ചെയിൻ സിസ്റ്റം. കോൾഡ് ചെയിൻ സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞു മാനുഫാക്ചറിൽ നിന്ന് ബൾക്കായിട്ട് ഇൻഡസ്ട്രിയിൽ വാക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് നാഷണൽ സ്റ്റോറേജ് ഫെസിലിറ്റീസിൽ എത്തിക്കുന്നു. എല്ലാം ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യണമെന്നില്ല. പുറത്തുനിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള നാഷണൽ സ്റ്റോറേജ് ഫെസിലിറ്റിയിൽ ആദ്യം എത്തിക്കും. അവിടെ നിന്ന് ട്രാൻസ്പോർട്ടേഷൻ വെഹിക്കിൾസ് യൂസ് ചെയ്ത് റീജിയണൽ ഹോസ്പിറ്റൽസിൽ എത്തിക്കും. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് ഒക്കെ മെയിൻ ആയിട്ടുള്ള ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലൊക്കെ എത്തിക്കും. അവിടുന്ന് പിന്നെയും ട്രാൻസ്പോർട്ടേഷൻ വെഹിക്കിളിൽ നിന്ന് ഹെൽത്ത് സെന്ററുകളിൽ എത്തിക്കും. ഹെൽത്ത് സെന്ററുകളിൽ നിന്ന് വാക്സിനേഷൻ ഔട്ട്റീച്ച് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നത്, അതായത് ചിലയിടത്ത് ക്യാമ്പുകളൊക്കെ നടത്താറുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്തോട്ട് എത്തിക്കും. അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ ഹെൽത്ത് സെന്ററിൽ നിന്നൊക്കെ ഹെൽത്ത് സെന്റർ വഴിയിട്ടും അതുപോലെ നമ്മുടെ
ശിശു മന്ദിരം അവിടെയൊക്കെ നമ്മൾ OPV, ഓറൽ പോളിയോ വാക്സിനേഷൻ, ഓറൽ പോളിയോ തുള്ളി മരുന്ന് വിതരണ കേന്ദ്രങ്ങളിലൊക്കെ നമ്മൾ എത്തിക്കില്ലേ പർട്ടിക്കുലർ ഡേയ്സിൽ. സോ അതൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. മാനുഫാക്ചറിൽ നിന്ന് നാഷണൽ സ്റ്റോറേജ് ഫെസിലിറ്റിയിലോട്ട്, അവിടുന്ന് ട്രാൻസ്പോർട്ടേഷൻ വെഹിക്കിൾസ് വഴി റീജിയണൽ ഹോസ്പിറ്റൽസിലോട്ട്, അവിടുന്ന് വെഹിക്കിൾസ് വഴി ഹെൽത്ത് സെന്ററിലോട്ട്, ഹെൽത്ത് സെന്ററിൽ നിന്ന് വാക്സിനേഷൻ ഔട്ട്റീച്ച് സ്ഥലങ്ങളിലോട്ട്. ഇതാണ് കോൾഡ് ചെയിൻ സിസ്റ്റം. നമ്മൾ ഒരു ചാർട്ട് എടുക്കുവാണെങ്കിൽ മോസ്റ്റ് സെൻസിറ്റീവ് ടു ഹീറ്റ് തുടങ്ങി ലീസ്റ്റ് സെൻസിറ്റീവ് ടു ഹീറ്റ് ആയിട്ട് വാക്സിൻസിനെ തിരിച്ചിട്ടുണ്ട്. മോസ്റ്റ് സെൻസിറ്റീവ് ടു ഹീറ്റ് എന്ന് പറയുമ്പോൾ ചെറിയ ടെമ്പറേച്ചർ ചേഞ്ച്, ചെറിയൊരു ചൂട് വരുമ്പോൾ പോലും സെൻസിറ്റീവ് ആവുന്നതാണ് മോസ്റ്റ് സെൻസിറ്റീവ് ടു ഹീറ്റ്. അവിടെ നിന്ന് എത്ര ചൂടടിച്ചാലും കുഴപ്പമില്ല, ബട്ട് ഫ്രീസിങ്ങിന് ഒത്തിരി തണുത്ത് അതിന്റെ തണുപ്പിന്റെ എക്സ്ട്രീം പോയിന്റിലോട്ട് പോകുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നതാണ് ഫ്രീസിങ് ആയിട്ടുള്ള അഥവാ ലീസ്റ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള വാക്സിൻസ്. ഇതിൽ ഫസ്റ്റ് വരുന്ന മോസ്റ്റ് സെൻസിറ്റീവ് ആയിട്ട് നമുക്ക് വരുന്നത് ഓറൽ പോളിയോ വാക്സിനേഷൻ ആണ്. പിന്നെ വരുന്നത് ഇൻഫ്ലുവൻസ വാക്സിൻസ്, ദെൻ ഇനാക്ടിവേറ്റഡ് പോളിയോ വൈറസ്, ജാപ്പനീസ് എൻസെഫലൈറ്റിസ്, മീസിൽസ്, എം ആർ മീസിൽസ് റുബല്ല അല്ലെങ്കിൽ MMR വാക്സിൻ, മീസിൽസ് മംസ് റുബല്ല വാക്സിന്, പിന്നെ കോളറയുടെ വാക്സിൻസ്, പിന്നെ DTAP എന്ന് പറഞ്ഞാൽ ഡിഫ്തീരിയ, ടെറ്റനസ് ആൻഡ് പെർട്ടൂസിസ് വാക്സിൻസ്, പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിന്, പിന്നെ HIV വാക്സിൻ എന്ന് പറയുമ്പോൾ ഹീമോഫൈലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി വാക്സിൻ. ഈ 5 വാക്സിനെ നമ്മൾ പെൻഡവാലന്റ് വാക്സിൻ എന്ന് ഒരുമിച്ചാണ് വിളിക്കുന്നത്. DTP, ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് HIV, ഈ 5 നമ്മൾ പെൻഡവാലന്റ് എന്ന് വിളിക്കും. ദെൻ ഹെപ്പറ്റൈറ്റിസ് ഇൻഫ്ലുവൻസ ബി വാക്സിൻ തന്നെയായിട്ടുള്ള അതിന്റെ ലിക്വിഡ് ഫോം, പിന്നെ മീസിൽസ് ഫ്രീസ് ഡ്രൈഡ് ആയിട്ടുള്ള മീസിൽസ്, പിന്നെ റോട്ടാ വൈറസ്, അത് നമ്മൾ ഡയറിക്കൊക്കെ കൊടുക്കുന്നതാണ് റോട്ടാ വൈറസ് വാക്സിനേഷന്, പിന്നെ റുബല്ല, യെല്ലോ ഫീവർ, ആ വാക്സിൻസ് ഒക്കെ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ അതിന്റെ ചാർട്ടിന്റെ ലാസ്റ്റിലോട്ട് വരുമ്പോൾ BCG വാക്സിൻസ്, BCGയുടെ ഫുൾ ഫോം ആണ് ബാസിലസ് കാലമിൻ ഗ്വെറിൻ. ദെൻ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് HPV, നമ്മുടെ സെർവിക്കൽ ക്യാൻസേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്നതാണ് HPV വാക്സിൻസ്. HPV രോഗം വൈറസ് ഉണ്ടാക്കുന്ന രോഗങ്ങളാണ് അതൊക്കെ. ദെൻ ജാപ്പനീസ് എൻസെഫലൈറ്റിസ്, നമ്മുടെ ബ്രെയിനിനെ എഫക്ട് ചെയ്യുന്നതാണ്. ദെൻ ടെറ്റനസ്, TD എന്ന് പറയുമ്പോൾ ടെറ്റനസ്, ഡിഫ്തീരിയ ഒക്കെ വരുന്നത്. ദെൻ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിന്, ഹീമോഫൈലസ് ഇൻഫ്ലുവൻസ ബി വാക്സിന്, ദെൻ മെനിഞ്ചോകോക്കൽ A ന്യൂമോകോക്കൽ വൈറസ് ഒക്കെ അതിനെതിരെയായിട്ടുള്ളതൊക്കെയാണ് ലീസ്റ്റ് സെൻസിറ്റിവിറ്റി ഹീറ്റിലോട്ട് വരുന്നത്, അഥവാ അത് ഫ്രീസിനോട് സെൻസിറ്റീവ് ആയിരിക്കും. ഇതാണ് ജസ്റ്റ് ഒരു ചാർട്ട് നമ്മൾ നോക്കിയിരിക്കാം. മോസ്റ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ളത് ഓറൽ പോളിയോ വാക്സിൻ. മോസ്റ്റ് സെൻസിറ്റീവ് ടു ഹീറ്റ് ആണ് ഓറൽ പോളിയോ വാക്സിൻ. ലീസ്റ്റ് സെൻസിറ്റീവ് ടു ഹീറ്റ് ആണ് ഹെപ്പറ്റൈറ്റിസ് ബിയും HIV-യും മെനിഞ്ചോകോക്കൽ എയും ന്യൂമോകോക്കൽ ഒക്കെ. ഇവരൊക്കെ ഫ്രീസിങ്ങിന് സെൻസിറ്റീവ് ആയിരിക്കും. ടു പ്രൊട്ടക്ട് വാക്സിൻ പൊട്ടൻസി, നമ്മൾ പറഞ്ഞു നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വാക്സിന്റെ പൊട്ടൻസി, അതിന്റെ ആ ഒരു ഫംഗ്ഷനിങ് കപ്പാസിറ്റി നമുക്ക് തിരിച്ച് വീണ്ടെടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ഈ വാക്സിന്റെ പൊട്ടൻസി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്? ഫസ്റ്റ് തിങ് ആയിട്ട് വരുന്നത് അപ്രോപ്രിയേറ്റ് വാക്സിൻ റെഫ്രിജറേഷൻ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ് ആയിട്ട് വരുന്നത്. അതായത് ചില എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുമ്പോൾ ഇത്ര നാളത്തേക്കാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ട്, അല്ലെങ്കിൽ ചില ടെമ്പറേച്ചർ റേഞ്ചിലാണ് ആ എക്യുപ്മെന്റ് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ട്. അപ്പൊ നമ്മൾ എടുക്കുന്ന വാക്സിൻ അനുസരിച്ചുള്ള എക്യുപ്മെന്റ് നമുക്ക് എത്ര നാളത് കീപ്പപ്പ് ചെയ്യണം എന്നുള്ളതനുസരിച്ച് ആ ഒരു എക്യുപ്മെന്റ് ചൂസ് ചെയ്യുക. പിന്നെ വരുന്നതാണ് ടെമ്പറേച്ചർ മോണിറ്ററിംഗ് ഡിവൈസസ് യൂസ് ചെയ്യുക. ഇപ്പൊ നമ്മൾ ഫ്രീസറിൽ വെച്ചാലും അതിന്റെയൊക്കെ കൂടെ നമ്മൾ ടെമ്പറേച്ചർ, നമുക്ക് ഇതിന്റെ അകത്തുള്ള ടെമ്പറേച്ചർ എത്രയാണെന്ന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഡിവൈസസ് യൂസ് ചെയ്താലാണ് എന്തെങ്കിലും ഒരു ഫ്ലക്ച്വേഷൻ സംഭവിച്ച ആ ടെമ്പറേച്ചർ ആ ഒരു ടെമ്പറേച്ചർ റേഞ്ചിൽ നിന്ന് മാറുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനാണ് ടെമ്പറേച്ചർ മോണിറ്ററിംഗ് ഡിവൈസസ് യൂസ് ചെയ്യണം. ടെമ്പറേച്ചർ റേഞ്ച് ആയ +2°C to +8°C അത് ചേഞ്ച് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു +2 ആൻഡ് +8 ആണ് കോമൺ ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. വാക്സിൻ ടെമ്പറേച്ചർ കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ കോമൺ ആയിട്ട് ഈ ഒരു 2°C to 8°C നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് യൂസ് ചെയ്യുക, ലൈക്ക് വാക്സിൻ ക്യാരിയേഴ്സ് കറക്റ്റായിട്ട് യൂസ് ചെയ്യുക, കൂളൻ പാക്സ് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ പ്രോപ്പർലി പ്രിപ്പയർഡ് ആയിരിക്കണം. നമ്മൾ ഒരു പർട്ടിക്കുലർ സ്ഥലത്തോട്ട് ഇത് കൊണ്ടുപോകുമ്പോൾ, മെയിൻ ആയിട്ടുള്ള ഹെൽത്ത് സെന്ററിൽ നിന്ന് വേറൊരു ഏരിയയിലോട്ട് കൊണ്ടുപോയിട്ടാണ് നമ്മൾ വാക്സിനേഷൻ നടത്തുന്നതെങ്കിൽ, ക്യാമ്പുകളോ അല്ലെങ്കിൽ അംഗൻവാടികളിലൊക്കെ വെച്ചിട്ടാണ് വാക്സിനേഷൻസ് നടത്തുന്നതെങ്കിൽ, നമ്മൾ ആ ഹെൽത്ത് സെന്ററിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴും അതുപോലെ അവിടെ കുറച്ച് നേരം കീപ്പ് ചെയ്യണമല്ലോ. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വാക്സിൻ ക്യാരിയേഴ്സ്. അതൊക്കെ കറക്റ്റ്ലി പാക്ഡ് ആയിരിക്കണം. കൃത്യമായിട്ട് കൂളന്റ് പാക്സ്, അതായത് ഐസുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവണം. പ്രോപ്പർലി പ്രിപ്പയർഡ് ആയിരിക്കണം. ലീക്ക് ആവരുത്. ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്തിട്ടുള്ള രീതിയിലായിരിക്കണം. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഇമ്മ്യൂണൈസേഷൻ നെക്സ്റ്റ് വരുന്നത്. ഇമ്മ്യൂണൈസേഷൻ സെഷൻസിന്റെ ടൈമിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഫോം പാഡ് യൂസ് ചെയ്യാം വാക്സിൻ ക്യാരിയറിന്റെ മുകളിൽ, അതിന്റെ ടെമ്പറേച്ചറിനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോം പാഡ്സ് യൂസ് ചെയ്യാം. അത്രയാണ് മെയിനായിട്ട് നമുക്ക് പൊട്ടൻസി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. കറക്റ്റായിട്ടുള്ള എക്യുപ്മെന്റ് യൂസ് ചെയ്യുക,
പിന്നെ വരുന്നത് എക്യുപ്മെന്റ് യൂസ് ചെയ്യുക, ദെൻ ടെമ്പറേച്ചർ മോണിറ്ററിംഗ് ഡിവൈസസ് യൂസ് ചെയ്യുക, ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ വാക്സിൻസ് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ വാക്സിൻ കാരിയർ യൂസ് ചെയ്യുക, കറക്റ്റായിട്ട് കൂളൻ പാക്സ് യൂസ് ചെയ്യുക, പ്രോപ്പർലി പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക, പിന്നെ വേണമെങ്കിൽ ഫോം പാഡ്സ് യൂസ് ചെയ്യാം. കോൾഡ് ചെയിൻ ആൻഡ് ഇറ്റ്സ് എക്യുപ്മെന്റ്സ്. അപ്പോൾ നമ്മൾ കോൾഡ് ചെയിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞു, 6 റൈറ്റ്സ് പറഞ്ഞു. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 5 മാർക്കിനും 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി എസ്സേ ആയിട്ട് വരുമ്പോൾ കോൾഡ് ചെയിനും അതിൻ്റെ എക്യുപ്മെന്റ്സും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇനി കോൾഡ് ചെയിനിൽ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് കുറച്ച് എക്യുപ്മെന്റ്സ്, കോൾഡ് ചെയിനിൽ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ്. ഫസ്റ്റ് വരുന്നത് റെഫ്രിജറേറ്റഡ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് ആണ്. നമ്മൾ പറഞ്ഞു നാഷണൽ ഇമ്മ്യൂണൈസേഷൻ സ്റ്റോറേജ് സ്ഥലത്ത് നിന്ന്, നാഷണൽ വാക്സിൻ സ്റ്റോറേജ് ഫെസിലിറ്റിയിൽ നിന്ന് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഹോസ്പിറ്റൽസിലോട്ട് ഇത് കൊണ്ടുപോകുന്നത് ഈ റെഫ്രിജറേറ്റഡ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് യൂസ് ചെയ്തിട്ടാണ്. ഈ വെഹിക്കിൾസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബിൽഡ് ഇൻ കൂളിംഗ് സിസ്റ്റം ഉണ്ടാകും. അതിന്റെ അകത്ത് തന്നെ ഈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബിൽഡ് ഇൻ കൂളിംഗ് സിസ്റ്റം ഉണ്ടാകും. അവിടെ കപ്പാസിറ്റി ഫ്യൂ ഡേയ്സ് മുതൽ മന്ത്സ് വരെ നമുക്ക് ഇതിനെ കീപ്പ് ചെയ്യാൻ പറ്റും. അത് ആ ഒരു വെഹിക്കിളിന്റെ സൈസ്, അകത്തുള്ള ആ ഒരു പ്ലന്റിന്റെ കപ്പാസിറ്റി ഒക്കെ അനുസരിച്ചിട്ടാണ്. കുറച്ച് ദിവസമാണോ മാസങ്ങളാണോ എന്നൊക്കെ നോക്കുക. ഇത് വലിയൊരു ട്രക്ക് പോലത്തെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നാൾ യൂസ് ചെയ്യാം. ചെറിയ ചെറിയ വണ്ടികളാണെങ്കിൽ കുറച്ച് ടൈം കുറവുണ്ടാകും, ഡേയ്സ് ആയിരിക്കും നമുക്ക് പറ്റുള്ളൂ. പിന്നെ വരുന്നത് ഐസ് പാക്സ് വരുന്നുണ്ട്. ഐസ് പാക്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു ബോട്ടിൽ കണ്ടോ, നമ്മൾ അതിൻ്റെ അകത്ത് വെള്ളം നിറച്ചിട്ട് ഫ്രീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഐസ് പാക്ക് ആയിട്ട് യൂസ് ചെയ്യാം. ഐസ് പാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കോൾഡ് ബോക്സസിലൊക്കെ ഇതിന് ചുറ്റും വയ്ക്കാനും യൂസ് ചെയ്യും. ഒരു 3 to 18 അവേഴ്സ് ആണ് ഐസ് പാക്സിൽ നമുക്കിത് വയ്ക്കാൻ പറ്റുള്ളൂ. ഈ റെഫ്രിജറേറ്റർ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് ആണെങ്കിൽ നമുക്ക് ഏകദേശം ഫ്യൂ ഡേയ്സ് മുതൽ മന്ത്സ് വരെ നമുക്കത് കീപ്പ് ചെയ്യാൻ പറ്റും. ഇവിടെയാണെങ്കിൽ 3 to 18 അവേഴ്സിലാണ് നമുക്ക് പറ്റുള്ളൂ ഐസ് പാക്സിൽ. പിന്നെ വരുന്നത് കോൾഡ് ബോക്സസ് ആണ്. കോൾഡ് ബോക്സസിൽ എന്ന് പറയുമ്പോൾ ഒരു 2 to 7 ഡേയ്സ് വരെ പറ്റും. 2 മുതൽ 7 ദിവസം വരെ പറ്റുന്നതായിരിക്കും. 2 to 7 ഡേയ്സ് പറ്റുന്നതായിരിക്കും കോൾഡ് ബോക്സസിൽ. കോൾഡ് ബോക്സസിൽ ഇതിന്റെ അകത്ത് നമ്മുടെ ഐസ് പാക്സ് പ്രോപ്പർലി പാക്ഡ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് ഉണ്ടാകും. ഈ കണ്ടെയ്നറിന്റെ പല സൈസിലുള്ള കണ്ടെയ്നർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിന്റെ സൈസ് അനുസരിച്ചിരിക്കും ഇത് എത്ര നാൾ നമുക്ക് കീപ്പ് ചെയ്യാം. അതിന്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന എത്ര ഐസ് പാക്സ് ഉണ്ടെന്നനുസരിച്ചിട്ടിരിക്കും എത്ര നാൾ കീപ്പ് ചെയ്യാന്നുള്ളത്. പിന്നെ വാക്സിൻ കാരിയർ ബാഗ്സ് എന്ന് പറയുമ്പോൾ നമ്മളത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് ഏകദേശം ഒരു 12 to 36 അവേഴ്സ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറ് വാക്സിൻ കാരിയർ ബാഗ്സ്. ഇതിന്റെ അകത്തും ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഏരിയ ഉണ്ടാകും, ടെമ്പറേച്ചർ പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഐസ്ലൈൻഡ് റെഫ്രിജറേറ്റേഴ്സ് നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. കാരണം ബാക്കിയെല്ലാം ജസ്റ്റ് നമുക്കൊന്ന് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എക്യുപ്മെന്റ്സ് ചോദിക്കുമ്പോൾ നമുക്കൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് മെയിൻ ആയിട്ട് ഒരു പോയിന്റ് 2 പോയിന്റ് എഴുതാൻ പാകത്തിന്. ഐസ്ലൈൻഡ് റെഫ്രിജറേറ്റേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് 5 മാർക്കിന് ചോദിക്കാറുണ്ട്. സോ നമ്മൾ ഫർദർ ഡീറ്റെയിൽസിലോട്ട് വരുന്നുണ്ട്. പിന്നെ വരുന്നതാണ് വാക്കിൻ കൂളേഴ്സ്. വാക്കിൻ കൂളേഴ്സ് ഈ ടെമ്പറേച്ചർ റേഞ്ച് ഒരു +2°C to +8°C കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് ഏകദേശം ഒരു 3 months വരെ നമുക്ക് ഇതിൽ കീപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ വാക്കിൻ ഫ്രീസർ ആണെങ്കിൽ ഫ്രീസറിലാണെങ്കിൽ നമുക്ക് ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വാക്സിൻ്റെ ടൈപ്പ് അനുസരിച്ചാണ് വയ്ക്കുന്നത്. അതും ഏകദേശം ഒരു 3 മാസമൊക്കെ നമുക്ക് ഇതിൽ കീപ്പ് ചെയ്യാൻ പറ്റും. ഏത് ടൈപ്പ് വാക്സിൻ അനുസരിച്ചിട്ടിരിക്കും കേട്ടോ. അത് കുറച്ചും കൂടെയും ലോ ടെമ്പറേച്ചർ ആണ്. -15°C to -25°C വരെ നമ്മൾ വാക്കിൻ ഫ്രീസറിൽ വെക്കും. വാക്കിൻ ഫ്രീസർ പോലെ തന്നെയുള്ളതാണ് ഡീപ്പ് ഫ്രീസേഴ്സ്. അതിൻ്റെ ഒരു മിനിയേച്ചർ ഫോമാണ് ഡീപ്പ് ഫ്രീസേഴ്സ് ഒക്കെ. അതും ഫർദർ വരുന്നുണ്ട്. സോ ഇത്രയാണ് മെയിൻ ആയിട്ട് വരുന്ന കോൾഡ് ചെയിൻ എക്യുപ്മെന്റ്സ്. റെഫ്രിജറേറ്റഡ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് പറഞ്ഞു, അതൊരു ഡേയ്സ് ടു മന്ത്സ് വരെ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ കോൾഡ് ബോക്സസ് പറഞ്ഞു, അത് 2 to 7 ഡേയ്സ് വരെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ വാക്സിൻ കാരിയർ ബാഗ്സ് ആണെങ്കിൽ 12 to 36 അവേഴ്സ് വരെ യൂസ് ചെയ്യാം. ഐസ് പാക്സ് ആണെങ്കിൽ 3 to 18 അവേഴ്സ് വരെ യൂസ് ചെയ്യാം. ദെൻ വാക്കിൻ കൂളറും വാക്കിൻ ഫ്രീസറും ഒക്കെ ആണെങ്കിൽ 3 months വരെ യൂസ് ചെയ്യാം. അതിന്റെ ടെമ്പറേച്ചറിലുള്ള ഡിഫറൻസ് ആണ് രണ്ടും കൂളറും ഫ്രീസറും പറഞ്ഞിട്ട് തിരിയാനുള്ള കാരണം. കോൾഡ് ചെയിൻ എക്യുപ്മെന്റ്സിൽ പിന്നെ വരുന്നത് നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞു, കോൾഡ് ചെയിൻ എക്യുപ്മെന്റ്സ് സ്റ്റോറേജിനും ട്രാൻസ്പോർട്ടേഷനും വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്റ്റോറേജിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ ഉണ്ട്, സോളാർ ഉണ്ട്, ദെൻ നോൺ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉണ്ട്. ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സിൽ വരുന്നതാണ് വാക്കിൻ കൂളർ, അത് നമ്മൾ പറഞ്ഞു. വാക്കിൻ ഫ്രീസർ ഉണ്ടെന്ന് പറഞ്ഞു. ഐസ്ലാൻഡ് റെഫ്രിജറേറ്റേഴ്സ് ഉണ്ട്. പിന്നെ ഡീപ്പ് ഫ്രീസേഴ്സ് ഉണ്ട്. പിന്നെ ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ, നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന സാധാ റെഫ്രിജറേറ്റേഴ്സ് ഉണ്ട്. അതൊരു 28 ഡേയ്സ് വരെയൊക്കെയാണ് സാധാ റെഫ്രിജറേറ്ററിലൊക്കെ വയ്ക്കാൻ പറ്റുള്ളൂ. അതുപോലെ അതിന്റെ ടെമ്പറേച്ചർ പെട്ടെന്ന് പോകുന്നതുകൊണ്ട് നമ്മൾ എപ്പോഴും തുറക്കുമ്പോൾ ഇതിന്റെ ആ ഒരു കൂളിംഗ് പെട്ടെന്ന് നഷ്ടപ്പെടുന്നതുകൊണ്ട് നമ്മൾ അധികം അത് യൂസ് ചെയ്യാറില്ല. പിന്നെ വരുന്നത് സോളാർ പവേർഡ് ആയിട്ടുള്ള സോളാർ റെഫ്രിജറേറ്റർ ബാറ്ററി ഡ്രൈവും സോളാർ റെഫ്രിജറേറ്റർ ഡയറക്റ്റ് ഡ്രൈവും. സോളാറിന്റെ പവർ കൊണ്ട് യൂസ് ചെയ്യുന്നതാണ്
സോളാർ റെഫ്രിജറേറ്റർ ബാറ്ററി ഡ്രൈവ് എന്ന് പറയുമ്പോൾ ഈ സോളാർ പവർ ഒരു ബാറ്ററിയിലോട്ട് വന്ന് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യും ആ ഒരു എനർജി. എന്നിട്ട് ആ ബാറ്ററിയാണ് നമ്മുടെ ഈ റെഫ്രിജറേറ്ററിനെ പവർ ചെയ്യുന്നത്. അത് നമുക്കപ്പോൾ കറണ്ട് ഇല്ലാത്തപ്പോഴും സോളാർ എനർജി നമുക്ക് കിട്ടാത്തപ്പോഴൊക്കെ അത് യൂസ് ചെയ്യാം. അത് ബാറ്ററി നമ്മളെ എത്ര നാളെ ബാറ്ററി ഉണ്ടോ അത്ര നാളെ അത് കീപ്പ് ചെയ്തോളും. പിന്നെ വരുന്നത് റെഫ്രിജറേറ്റർ ഡയറക്റ്റ് ഡ്രൈവ് ആണ്. അതായത് സോളാർ പവേർഡ് ആയിട്ടുള്ള ഇത് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ഫ്രിഡ്ജിന് അല്ലെങ്കിൽ ആ ഒരു റെഫ്രിജറേറ്ററിന് കൊടുക്കുകയാണ്. ആ ഒരു കൂളിംഗ് സിസ്റ്റം അങ്ങനെ തന്നെ കീപ്പ് ചെയ്ത് നൈറ്റ് ടൈമിലും അത് ആ ഒരു കൂളിംഗ് കീപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ നോൺ ഇലക്ട്രിക്കൽ ആയിട്ട് വരുന്ന കോൾഡ് ബോക്സസും വാക്സിൻ ക്യാരിയേഴ്സും ഉണ്ട്. വാക്സിൻ ക്യാരിയേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു. കോൾഡ് ബോക്സസ് ഒക്കെ മെയിൻ ആയിട്ട് നോൺ ഇലക്ട്രിക്കൽ ആണ്. നമ്മൾ ഓൾറെഡി ഫ്രീസ് ചെയ്ത് വെച്ചേക്കുന്ന ഐസ് എടുത്ത് നമ്മൾ ഐസ് ബോക്സ് എടുത്ത് നമ്മൾ ഇതിന്റെ അകത്തോട്ട് വെച്ച് കഴിയുമ്പോൾ ഇത് കുറച്ച് നേരത്തേക്ക് പ്രത്യേകിച്ച് വേറൊരു പവറും ഇല്ലാണ്ട് കീപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഒന്ന് റെഫ്രിജറേറ്റഡ് വാക്സിൻ വാന്, പിന്നെ ഇൻസുലേറ്റഡ് വാക്സിൻ വാന്. റെഫ്രിജറേറ്റഡ് വാക്സിൻ വാൻ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കൂളിംഗ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇൻസുലേറ്റഡ് വാക്സിൻ വാൻ എന്ന് പറയുമ്പോൾ ആ കൂളിങ്ങിനെ കീപ്പ് ചെയ്യാൻ പാകത്തിനുള്ള സാധനം, നമ്മൾ വാക്സിൻ കൂളായിട്ടുള്ള വാക്സിന്റെ ടെമ്പറേച്ചർ നഷ്ടപ്പെടാത്ത രീതിയിൽ ഇരിക്കുന്ന രീതിയിലായിരിക്കും അത് ഇരിക്കുക. വാക്സിൻ ക്യാരിയേഴ്സ് ഒക്കെ നമ്മൾ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാറുണ്ട്. ഇതാണ് മെയിനായിട്ട് ക്വാളിറ്റി എക്യുപ്മെന്റിൽ വരുന്നത്. ഇതായിട്ട് നമുക്ക് ഐസ്ലൈൻഡ് റെഫ്രിജറേറ്റർ ഡീറ്റെയിൽ ആയിട്ട് പോകാം. ഐസ്ലൈൻഡ് റെഫ്രിജറേറ്റർ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 മാർക്ക് ക്വസ്റ്റൻ ആണ്. ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഐസ്ലൈൻഡ് റെഫ്രിജറേറ്റേഴ്സ് ആണ്. ഐസ്ലൈൻഡ് റെഫ്രിജറേറ്റേഴ്സ് നമ്മൾ മെയിനായിട്ട് ഒരു +2 to +8 ഡിഗ്രി സെൽഷ്യസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐസ്ലൈൻഡ് റെഫ്രിജറേറ്റർ യൂസ് ചെയ്യുന്നത്. അത് ഡിസ്ട്രിക്ട് ആൻഡ് സബ് ഡിസ്ട്രിക്ട് ലെവലിലാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ജില്ലാ മെയിൻ ആശുപത്രികൾ, മെഡിക്കൽ സെന്റേഴ്സിലൊക്കെ, അതുപോലെ തന്നെ നമ്മുടെ PHCs, FHCs, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, അവിടെയൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ILR യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് ഇതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ടോപ്പ് ഓപ്പണിംഗ് ആണ് ILR വരുന്നത്. നമ്മുടെ സാധാരണ ഫ്രിഡ്ജ് പോലെ ഫ്രണ്ട് ഓപ്പണിംഗ് അല്ല, മറിച്ച് ടോപ്പ് ഓപ്പണിംഗ് ആയിരിക്കും. ഈ ടോപ്പ് ഓപ്പണിങ്ങിന്റെ മെയിൻ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഈ കോൾഡ് എയറിനെ നമുക്ക് ഇൻസൈഡിൽ കൂടുതൽ നേരം കീപ്പ് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് ഓപ്പണിംഗ് ആണെങ്കിൽ നമ്മൾ ആ ഒരു ടൈമിൽ തുറക്കുന്ന ടൈമിൽ ആ കോൾഡ് എയർ ഫുള്ള് പുറത്തോട്ട് പോകും. പക്ഷേ ടോപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ നമ്മൾ തുറക്കുമ്പോൾ മുകളിലത്തെ ആ ഒരു എയർ മാത്രമാണ് പുറത്തോട്ട് വരുള്ളൂ. കൂൾ എയറിന് ഒരു ഡെൻസിറ്റി കൂടുതലുള്ളതുകൊണ്ട് ഇത് താഴെയാണ് മെയിനായിട്ട് കീപ്പപ്പ് ചെയ്യുക. സോ മുകളിൽ ലെസ് കൂളിംഗ് ആയിട്ടുള്ള എയർ ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പം നമ്മൾ തുറന്നാലും ലെസ് കൂളിംഗ് ആയിട്ടുള്ള എയർ ആയിരിക്കും എസ്കേപ്പ് ആവുള്ളൂ. മോർ കൂൾഡ് ആയിട്ടുള്ള എയർ താഴെ തന്നെ കീപ്പ് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ കൂടുതൽ നേരം അതിൻ്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. 8 അവേഴ്സ് മുതൽ നമുക്ക് 8 അവർ ഇലക്ട്രിസിറ്റി പവർ ചെയ്താൽ ഒരു 24 അവറിലോട്ട് ഇതിനെ നമുക്ക് എന്താ പറയുക ഈ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഹോൾഡ് ഓവർ ടൈം ഓഫ് ദി എക്യുപ്മെന്റ്. ഹോൾഡ് ഓവർ ടൈം എന്ന് നമ്മൾ പറയും. ഒരു പർട്ടിക്കുലർ എക്യുപ്മെന്റ് അതിൻ്റെ എത്ര നേരം ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ പവർ കൊടുത്ത് അതിൻ്റെ ടെമ്പറേച്ചർ കൊടുത്താൽ, ടെമ്പറേച്ചറിൽ നമ്മൾ എത്തിച്ചാൽ ഈ പവർ ഇല്ലാത്ത സമയത്തും ആ ഒരു ടെമ്പറേച്ചർ എത്ര നേരം ഇതിന് കീപ്പപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഹോൾഡ് ഓവർ ടൈം എന്ന് പറയുന്നത്. നമ്മുടെ ILRന്റെ ഹോൾഡ് ഓവർ ടൈം 8 അവേഴ്സ് to 24 അവർ ആണ്. 8 അവേഴ്സ് നമ്മൾ ഇതിന് ഇലക്ട്രിസിറ്റി പവർ കൊടുത്താൽ ഏകദേശം 20 to 24 അവേഴ്സ് ഇതിന് ആ ഒരു തണുപ്പിന് കീപ്പപ്പ് ചെയ്യാൻ പറ്റും. ILR ഏകദേശം 100 ലിറ്റേഴ്സിൻ്റെ മുതൽ 300 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ILR വരെയുണ്ട്. അത് എങ്ങനെയാണോ നമുക്ക് ആവശ്യം വരുന്നത് അതിനനുസരിച്ചിട്ടാണ് ILR നമ്മൾ ഏത് കപ്പാസിറ്റിയുടെയാണ് വേണ്ടത് എന്ന് നമ്മൾ നോക്കാറുള്ളൂ. 100 ലിറ്റർ to 300 ലിറ്റർ കപ്പാസിറ്റി ILRന് വരാറുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു ഇതിന് ഹോൾഡ് ഓവർ ടൈം ഉണ്ടെന്ന് 24 അവർ പീരീഡിലോട്ട്. ഇതിൻ്റെ ഈ ഒരു ഹോൾഡ് ഓവർ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഒത്തിരി വേനൽക്കാലമാണെങ്കിൽ ചിലപ്പോൾ ഒരു 20 അവർ തികച്ചായിരിക്കും നമുക്ക് കിട്ടുള്ളൂ. ബട്ട് കുറച്ചും കൂടി കൂളായിട്ടുള്ള ടെമ്പറേച്ചറാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിനുള്ളെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ നേരം ഇതിന് ആ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ എത്ര നേരം നമ്മൾ ഈ ലിഡ് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ തുറന്നടച്ചിരിക്കുന്നു, എത്രമാത്രം നമ്മളത് തുറന്നുകൊണ്ടേ ഇരിക്കുന്നു അത്രമാത്രം ഇതിൻ്റെ ടെമ്പറേച്ചർ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എന്തോരം വാക്സിൻസ് അതിൻ്റെ അകത്ത് കീപ്പ് ചെയ്തിട്ടുണ്ട്, എത്രമാത്രം ഐസ് പാക്ക് അതിൻ്റെ അകത്ത് ലൈനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ അനുസരിച്ചായിരിക്കും ഇതിൻ്റെ ഹോൾഡ് ഓവർ ടൈം എന്ന് പറയുമ്പോൾ. ഈ വാക്സിൻ ILR മെയിനായിട്ട് നമ്മൾ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള കാരണം തന്നെ ഇതിൻ്റെ ഹോൾഡ് ഓവർ ടൈം ആണ്. നമ്മൾ കുറച്ച് നേരത്തേക്കുള്ള നമുക്ക് ഒരു ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്താലും അത് ഒരു 1 ഡേയിലോട്ട് ഇതിനെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും, വാക്സിനെ സേഫായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചർ. എത്ര നേരം വയ്ക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഈ ഡീപ്പ് ഫ്രീസേഴ്സും അതുപോലെ നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന റെഫ്രിജറേറ്ററിനേക്കാൾ കൂടുതൽ ഈ ഒരു ILRന് ഇതിനെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ILR ഒരു ഐഡിയൽ ഓപ്ഷൻ ആയിട്ട് നിലനിൽക്കുന്നത്. പിന്നെ ILRൽ ലൈനിങ് ഓഫ് വാട്ടർ കണ്ടെയ്നേഴ്സ് അഥവാ ഐസ് പാക്സ് യൂസ് ചെയ്തിട്ടുണ്ട്.
നമ്മളൊരു ഫ്രെയിം ILRന്റെ ഒരു ഫ്രെയിം ഇൻസുലേറ്റ് ചെയ്യുന്നത് തന്നെ ഈ ഒരു ഐസ് പാക്സ് വെച്ചിട്ട് കവർ ചെയ്തിട്ടാണ്. അത് എത്രമാത്രം ഐസ് പാക്സ് യൂസ് ചെയ്യുന്നോ അത്രമാത്രം ILR കൂടുതൽ ടെമ്പറേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും. ഇത്രയാണ് ILRന്റെ മെയിൻ ആയിട്ട് വരുന്നത്. നമ്മൾ പറഞ്ഞു +2 to +8 ഡിഗ്രി സെൽഷ്യസിൽ മെയിൻറ്റെയിൻ ചെയ്യാനാണ്. ഡിസ്ട്രിക്ട് ആൻഡ് സബ് ഡിസ്ട്രിക്ട് ലെവലിലാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ടോപ്പ് ഓപ്പണിംഗ് ആണ്. 8 hours കണ്ടിന്യൂസ് ഇലക്ട്രിസിറ്റി സപ്ലൈ കൊടുത്താൽ 24 hour പീരീഡിലോട്ട് നമുക്ക് ഇതിനെ കീപ്പ് ചെയ്യാൻ പറ്റും. ഉള്ളിൽ ഐസ് പാക്സ് ഉണ്ട്. ഇതിന്റെ ഹോൾഡ് ഓവർ ടൈം കൂടുതലായതുകൊണ്ടാണ് ഇതൊരു ഐഡിയൽ ഓപ്ഷൻ ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. ഇത് പല സൈസിലുണ്ട്. 100 ലിറ്റർ മുതൽ 300 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ILR വരെ ഉണ്ട്. ഇതാണ് ILRന്റെ ഒരു പിക്ചർ. ഇതിന്റെ മെയിൻ നമ്മൾ കണ്ടാൽ മനസ്സിലാവും. ടോപ്പ് ഓപ്പണിംഗ് ആണ് ILR വരുന്നത്. ഈ ഒരു പോർഷനിൽ ടോപ്പ് ഓപ്പണിംഗ് ആയിട്ടാണ് വരുന്നത്. ഈ ILRനെ അതിന്റെ ടെമ്പറേച്ചർ സോൺ വെച്ചിട്ട് നമ്മൾ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ടോപ്പ് പാർട്ടും ഉണ്ട്, ലോവർ പാർട്ടും ഉണ്ട്. അപ്പർ പാർട്ടും ഉണ്ട്, ലോവർ പാർട്ടും ഉണ്ട്. അപ്പർ പാർട്ട് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെയും ലെസ് ടെമ്പറേച്ചർ ആയിട്ടുള്ള ലെസ് കൂളിംഗ് എയർ ആയിരിക്കും അവിടെ ഉള്ളത്. ഡെൻസിറ്റി കൂടുതൽ, തണുത്ത എയറിന് ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് അത് താഴത്തെ പോർഷനിൽ വന്ന് നിൽക്കും. തണുപ്പ് കുറവുള്ള എയറിന് ഡെൻസിറ്റി കുറവായതുകൊണ്ട് അത് മുകളിൽ വന്ന് നിൽക്കും. സോ തണുപ്പ് കുറവുള്ള പോർഷൻ ആയിരിക്കും മുകളിൽ ഉണ്ടാവുക. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ തണുപ്പ് ഒത്തിരി വന്നാൽ നഷ്ടപ്പെട്ടു പോകുന്ന വാക്സിൻസ് അല്ലെങ്കിൽ ഡാമേജ് ആവുന്ന വാക്സിൻസ് ആണ് നമ്മൾ തണുപ്പ് വേണം പക്ഷെ തണുപ്പ് വേണ്ടാത്ത വാക്സിൻസിനെയാണ് നമ്മൾ അപ്പർ പാർട്ടിൽ വെക്കുക. ആ വാക്സിൻസ് ഏതൊക്കെയാന്ന് വെച്ചാൽ DPT, ഡിഫ്തീരിയ പെർട്ടോസിസ് ടെറ്റനസ്, പിന്നെ ടെറ്റനസ് ടോക്സോയിഡ്, പിന്നെ ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻസ് എന്നീ വാക്സിൻസ് ഒക്കെയാണ്. പിന്നെ ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻസ്. ഈ വാക്സിൻസും പിന്നെ അതുപോലെ ഡൈല്യൂവൻസ്, നമ്മൾ വാക്സിൻ ഡൈല്യൂട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വാട്ടറോ അല്ലെങ്കിൽ നോർമൽ സെലൈൻ എന്താണ് നമ്മൾ വാക്സിൻ ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് അതും ഒക്കെ നമ്മൾ വയ്ക്കുന്നത് അപ്പർ പോർഷനിലായിരിക്കും. ഇതാണ് അപ്പർ പോർഷൻ. അപ്പർ പോർഷനിൽ നമ്മൾ വയ്ക്കുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് B, DPT, TT വാക്സിനേഷൻസ്, ദെൻ IPV. ഇതൊക്കെയാണ് നമ്മൾ അപ്പർ പോർഷനിൽ വയ്ക്കുന്നത്. ഇനി ലോവർ പോർഷനിൽ വയ്ക്കുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് കുറച്ചും കൂടി കൂളറാണ്. സോ ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇതായിരിക്കും നമ്മൾ വയ്ക്കുന്നത്. ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഓറൽ പോളിയോ വാക്സിൻസ്, പിന്നെ BCG, മീസിൽസ്, ജാപ്പനീസ് എൻസെഫലൈറ്റിസ്, ഈ വാക്സിൻസ് ഒക്കെ ആയിരിക്കും നമ്മൾ ലോവർ പോർഷനിൽ വയ്ക്കുന്നത്. അപ്പോൾ അപ്പർ പോർഷനിൽ ലെസ് കൂളർ എയർ ആയിരിക്കും. അപ്പോൾ ഫ്രീ സെൻസിറ്റീവ് ആയിട്ടുള്ള ഹെപ്പറ്റൈറ്റിസ് B, DPT, TT, IPV വാക്സിൻസ് വയ്ക്കും. ലോവർ പോർഷനിൽ കുറച്ചും കൂടി കൂളർ ആയിട്ടുള്ള എയർ ആയിരിക്കും. അവിടെ നമ്മൾ ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള OPV, BCG, മീസൽസ്, ജാപ്പനീസ് എൻസെഫലൈറ്റിസ് വാക്സിൻസ് ഒക്കെയാണ് നമ്മൾ വയ്ക്കുക. അത്രയാണ് നമ്മൾ ഐസ്ലാൻഡ് റെഫ്രിജറേറ്ററിന്റെ മെയിൻ കേസസിൽ പറഞ്ഞത്. 2 പോർഷൻ ഉണ്ടെന്ന് പറഞ്ഞു, അപ്പർ പോർഷനും ലോവർ പോർഷനും. അപ്പോൾ ILRന്റെ ഫുൾ ഫോം ആണ് ഐസ്ലാൻഡ് റെഫ്രിജറേറ്റർ. ഐസ്ലാൻഡ് റെഫ്രിജറേറ്റർ 1 വേർഡ് ആയിട്ട് ചോദിക്കാം. പിന്നെ അതിന്റെ ടെമ്പറേച്ചർ മെയിൻ്റെനൻസ് ആയിട്ട് വരുന്നത് +2 to +8 ഡിഗ്രി സെൽഷ്യസ് ആണ്. മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് PHCs, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്, അതുപോലെ പ്രൈമറി ഹെൽത്ത് സെന്റർ ആണ് PHC, അവിടെയൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഐസ്ലാൻഡ് റെഫ്രിജറേറ്റർ. പിന്നെ അതുപോലെ തന്നെ ഐസ്ലാൻഡ് റെഫ്രിജറേറ്ററിൽ നമ്മൾ വയ്ക്കുമ്പോൾ ഒരു ബാസ്ക്കറ്റ് ഉണ്ട്. ആ ബാസ്ക്കറ്റിന്റെ അകത്ത് ഇറക്കിയിട്ടാണ് നമ്മൾ വാക്സിൻസ് വയ്ക്കുന്നത്. ബാസ്ക്കറ്റ് ഇല്ലാണ്ട് വെച്ചാൽ ഇതിന്റെ ടെമ്പറേച്ചർ പെട്ടെന്ന് തന്നെ ഈ ഒരു വാക്സിൻസിലോട്ട് എത്തിയിട്ട് ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ബാസ്ക്കറ്റ് അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് എംറ്റി ആയിട്ടുള്ള വെള്ളം നിറയ്ക്കാത്ത ഐസ് പാക്സ് വെച്ചിട്ട് അതിന്റെ മുകളിലോട്ട് വെക്കും. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ ഡയറക്റ്റ് ഇതിലോട്ട് വാക്സിനിലോട്ട് എഫക്ട് ചെയ്യാണ്ടിരിക്കും. അപ്പോൾ അത്രയാണ് നമ്മൾ ഐസ്ലാൻഡ് റെഫ്രിജറേറ്ററിനെ പറ്റി പറഞ്ഞത്. ഐസ്ലാൻഡ് റെഫ്രിജറേറ്റർ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ് ആണ്. ഇനി വരുന്നത് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ട എന്നുണ്ട്. സോ കോൾഡ് ചെയിൻ സിസ്റ്റത്തിൽ ആൻഡ് ഇറ്റ്സ് എക്യുപ്മെന്റ്സ്, കോൾഡ് ചെയിനും അതിന്റെ എക്യുപ്മെന്റിന്റെയും കേസുകൾ എടുക്കുവാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. ഫസ്റ്റ് തിങ്, ആ ഒരു എക്യുപ്മെന്റ് ഒരു കൂൾ റൂമിൽ കീപ്പ് ചെയ്യുക. അത് ഒരു ഭയങ്കര ടെമ്പറേച്ചർ ഉള്ള സ്ഥലത്ത് വയ്ക്കാതെ ഒരു കൂൾ റൂമിൽ കീപ്പ് ചെയ്യുക. അതുപോലെ ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് പതിക്കാത്ത രീതിയിൽ വയ്ക്കുക. വാളിൽ നിന്ന്, ചുമരിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഒരു 10 സെന്റിമീറ്റർ അവേ വയ്ക്കണം. അതാകുമ്പോൾ എന്തെങ്കിലും ഒരു എയർ സർക്കുലേഷൻ കിട്ടുകയും ചെയ്യും. അതുപോലെ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ആയാലും ബാക്കിൽ എന്തെങ്കിലും ഒന്ന് എക്യുപ്മെന്റിന് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഒരു 10 സെന്റിമീറ്റർ അവേ ഫ്രം ദ വാൾ കീപ്പ് ചെയ്യും. പിന്നെ ലെവൽഡ് ആയിരിക്കണം. ചെരിച്ചോ ഇച്ചിരി ചെരിഞ്ഞോ പൊക്കം കൂടിയോ കുറഞ്ഞോ ഒന്നും നമ്മൾ വയ്ക്കരുത്. കറക്റ്റ് ഇതിൽ വേണം വയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വോൾട്ടേജ് സ്റ്റെബിലൈസർ യൂസ് ചെയ്ത് നമ്മൾ ഫിക്സ് ചെയ്യണം എക്യുപ്മെന്റ്. ഇല്ലെങ്കിൽ പെട്ടെന്നുള്ള വോൾട്ടേജ് ചേഞ്ചസ് വന്നാൽ പവർ ഓഫ് ചെയ്ത് എക്യുപ്മെന്റ് നഷ്ടപ്പെട്ടു പോകാൻ അല്ലെങ്കിൽ ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. വാക്സിൻസ് നമ്മൾ നീറ്റ്ലി ഇടയ്ക്ക് സ്പേസ് ഇട്ട് വേണം നമ്മൾ വാക്സിൻസ് വയ്ക്കാൻ. എന്നാലാണ് ആ ഒരു എയർ സർക്കുലേഷൻ നടന്ന് കറക്റ്റായിട്ട് ടെമ്പറേച്ചർ എല്ലായിടത്തും ഇവൻ ആയിട്ട് എത്തുള്ളൂ. പിന്നെ വരുന്നത് ലോക്ക് ചെയ്ത് വയ്ക്കണം എക്യുപ്മെന്റ്.
എപ്പോഴും ഓപ്പൺ ചെയ്ത് വെക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഡീഫ്രോസ്റ്റ് ചെയ്യണം. ഒത്തിരി ടെമ്പറേച്ചർ അതിന് കീപ്പ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഡീഫ്രോസ്റ്റ് ചെയ്യണം ഫ്രീസിങ്ങിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ടെമ്പറേച്ചർ നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കണം. പിന്നെ വാക്സിൻസ് കാർട്ടൺസിലാണ് വെക്കണമെങ്കിൽ അതിൽ നമ്മൾ ഹോൾസ് ഉണ്ടാക്കി ഇടണം, സർക്കുലേഷൻ. അതായത് ബോക്സിലാണ് വാക്സിൻ വെക്കണമെങ്കിൽ ആ ബോക്സിന്റെ അകത്തോട്ട് ഈ ഒരു തണുത്ത എയർ കയറാനുള്ള സ്റ്റാൻസ് നമ്മൾ ഉണ്ടാക്കിയിരിക്കണം. പിന്നെ ഡോൺസ് വരുമ്പോൾ വേറെ ഒരു ഒബ്ജക്റ്റും ഇതിന്റെ അടുത്ത് വെക്കരുത്. വേറെ ഡ്രഗ്സ് ഒന്നും വാക്സിൻസിന്റെ കൂടെ വെക്കരുത്. ഡ്രിങ്കിങ് വാട്ടറോ ഫുഡോ ഒന്നും ആ വാക്സിന്റെ അകത്ത് എക്യുപ്മെന്റിന്റെ അകത്ത് വെക്കരുത്. 1 മാസത്തിൽ കൂടുതൽ വേണ്ട വാക്സിൻസ് ഒന്നും നമ്മൾ PHSCസിൽ കീപ്പ് ചെയ്യാറില്ല. അതുപോലെ എക്സ്പയർഡ് വാക്സിൻസ് ഇതിന്റെ കൂടെ വെക്കരുത്. യൂസ്ഡ് ആയിട്ടുള്ള വയൽസും കോൾഡ് ചെയിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വെക്കരുത്. ഇത്രയും കാര്യങ്ങളാണ് ഡൂസ് ആൻഡ് ഡോൺസിൽ മെയിൻ ആയിട്ട് വരുന്നത്. സോ ഇത്രയാണ് നമ്മൾ കോൾഡ് ചെയിൻ ആൻഡ് ഇറ്റ് എക്യുപ്മെന്റ്സിൽ പറഞ്ഞത്. കോൾഡ് ചെയിൻ്റെ ഡെഫിനിഷൻ, 6 റൈറ്റ്സ്, അതിന്റെ എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്യണം. മെയിൻ ആയിട്ട് അത് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ മെയിൻ ആയിട്ട് വരുന്നത് ILR എന്താണെന്നും അതിന്റെ മെയിൻ പോയിന്റ്സ് ഒക്കെ 5 മാർക്കിന് ചോദിക്കാറുണ്ട്. സോ ഇത്രയാണ് നമ്മൾ കോൾഡ് ചെയിൻ ആൻഡ് എക്യുപ്മെന്റ്സിൽ പഠിച്ചത്. ഇതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ക്ലാസ്. താങ്ക് യു.